ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഊട്ടിയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയെന്ന്. അപ്പോൾ പോകുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് കണ്ടിട്ട് തന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ റൂമെല്ലാം വെക്കറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിവിടെ നിന്ന് പോകുന്ന വഴിക്കാണ് പൈൻ ഫോറസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അത് കാണാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റ് എത്തി. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി. അവിടെ നമ്മൾ കുറച്ച് ടൈം അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ കുതിരനെല്ലാം കണ്ട്. കയറിയിട്ടില്ല, പേടിയായതുകൊണ്ട്. കുതിരനെല്ലാം കണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ ഒരു കുഞ്ഞിക്കുരങ്ങനെ കണ്ട, ഇത് നമ്മളെ കാറിനുള്ളിലേക്ക് കുറേ ടൈമായി കയറാൻ വേണ്ടി നോക്കുന്നു. പക്ഷെ പറ്റാത്തതുകൊണ്ട് മുമ്പ് അങ്ങോട്ടേക്ക് പോയി. അവിടുന്ന് പിന്നെ ഇറങ്ങിയിട്ട് ഷൂട്ടിംഗ് സ്പോട്ടിലേക്കാണ് പോയത്. അവിടെ കുറച്ച് ടൈമേ ഇരുന്നിട്ടുള്ളൂ. മുകളിലേക്കൊന്നും കയറാൻ നിന്നിട്ടില്ല. കാരണം വലിയ കുന്ന് കണ്ടപ്പം മുകളിലേക്ക് കയറാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ അവിടുന്ന് വേഗം ഇറങ്ങിയിനി. അവിടുന്ന് പിന്നെ ഇറങ്ങി നമ്മൾ നേരെ പ്യാക്കര വാട്ടർഫോൾസ്, അങ്ങനെ തന്നെയാണ് തോന്നിയിട്ട് പറയാം, അവിടത്തേക്കാണ് പോയിനി. പിന്നെ ഈ പോകുമ്പോഴുള്ള ആവശ്യവും നമുക്ക് വരുമ്പോൾ ഉണ്ടായിട്ടില്ല. എല്ലാവരും ഏകദേശം ക്ഷീണം പിടിക്കാൻ തുടങ്ങിയിനി. കുറേ വണ്ടിയിലിരുന്നിട്ടും അങ്ങനെല്ലാം ആയിട്ട് കുറേ ക്ഷീണം പിടിക്കാൻ തുടങ്ങിയിനി. പിന്നെ നമ്മൾ അവിടെ പോയി. അവിടുന്ന് നമ്മൾ നടന്നിട്ടാണ് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോയിനി. പിന്നെ തിരിച്ച് വരുമ്പോൾ നമ്മൾ അവരെ വണ്ടിയിൽ 100 രൂപ കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരികയാണ് ചെയ്തത്. അവിടുന്ന് പിന്നെ നമ്മൾ വാട്ടർഫോൾ കാണാൻ പോകുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടുന്ന് ഇറങ്ങുമ്പോൾ പിന്നെ നമ്മളൊരു കോണും വാങ്ങിനി. കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ പിന്നെ നല്ല മഴയും നല്ല മഞ്ഞും ഉണ്ടായിന്. നമുക്ക് രാവിലെ ആയിട്ട് തന്നെ നമുക്ക് റോഡൊന്നും നേർക്ക് കാണുന്നുണ്ടായിട്ടില്ല. നല്ല മഞ്ഞുണ്ടായിന്. ഫുള്ള് പുക പോലെ ഉണ്ടായിന്, ഫുള്ളായിട്ട് അങ്ങനെ മഞ്ഞുണ്ടായിന്. അവിടുന്ന് പിന്നെ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവ് അവിടെയാണ് എത്തിയത്. നമ്മൾ അതിലേ നമുക്ക് എന്തെങ്കിലും ആനിമൽസിനെല്ലാം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അതിലേ പോയതാണ്. കുറേ മാനിനെ കണ്ടിനി. പിന്നെ സിംഹവാലൻ കുരങ്ങ് അങ്ങനെ കാണാൻ. ഒരു ആനനെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട ആന. നമ്മൾ ഇങ്ങനെയെങ്കിലും ആനനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ആനനെ കണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളൊന്നും കാണാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ പിന്നെ ഒരു ആനനെ കണ്ട്. ഇത് കുറേ ദൂരത്ത് നിന്ന് കണ്ടതാണ്.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബന്ദിപ്പൂരിലെ ടൈഗർ റിസർവിലേക്കാണ് കയറിയത്. നമ്മളങ്ങനെ നേരെ ഗുണ്ടൽപേട്ടുള്ള സൺഫ്ലവർ പാടല്ലേ അവിടെ നിന്ന് എത്തിന്. അവിടെ കുറേ ആളുണ്ട്. 25 രൂപയെന്ന് തോന്നുന്നു ഒരാൾക്ക് ഒരു ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇത് കാണാൻ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. എല്ലാവരും വരുന്നവരെല്ലാം ഓരോന്നെല്ലാം ചവിട്ടി കുറേ ഭാഗമെല്ലാം താലെല്ലാം വീണിനി. നമ്മളത് കുറച്ച് സമയം അവിടെ നിന്ന് അത് കണ്ട്. പിന്നെ അവരെന്നെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പെല്ലാം തന്നിനി. അവിടെ നിന്ന് ഇത് കണ്ട വകയാന്ന് തോന്നുന്നു. കുറേ മല്ലിച്ചപ്പ് തന്നിനി. അതും വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. നമ്മളിതിലേ പോകുമ്പോൾ ആനനെ കാണുമെന്ന് വിചാരിച്ചതേ ഇല്ല. പക്ഷെ നമ്മൾ കുറേ ആനനെ കണ്ടിന്. ഒരു സ്ഥലത്തുനിന്ന് 1, പിന്നെ 2, പിന്നെ 3 കുറേ ആനനെ കണ്ടിന്. പിന്നെ നമ്മൾ അതിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ആനൻ്റെ വീഡിയോ എടുക്കുമ്പം അവിടെ നമുക്ക് പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ ഗാർഡ് ഉണ്ടാവില്ലേ, അവർ നമ്മളോട് പറഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മൾ വണ്ടിയൊന്നും നിർത്തിയിട്ടൊന്നുമില്ല, പക്ഷെ അവർ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ല എന്നിട്ട് കുറേ പറഞ്ഞിന്. നമുക്ക് ഫൈൻ അടക്കണം ഇവിടെ നിന്ന് എടുക്കുമ്പോൾ, ഫൈൻ അടക്കണം എന്നിട്ട് കുറേ ഇതായിന്. എന്നിട്ട് നമ്മൾ 1500 റുപ്യ 1000 റുപ്യേൻ്റെ ഫൈൻ അടക്കണം എന്ന് പറഞ്ഞ്. പക്ഷെ നമ്മൾ അടച്ചിട്ടില്ല. നമ്മൾ വണ്ടിയൊന്നും നിർത്തിയിട്ടൊന്നുമില്ല എന്നിട്ട് കുറേ പറഞ്ഞ് കഴിഞ്ഞിട്ട് 100 റുപ്യ നമ്മൾ കൊടുത്തിനി അവർക്ക്. അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നാട്ടിലേക്കാണ് തിരിച്ചത്. ഏകദേശം നമ്മൾ രാത്രിയോളം അതിന് നാട്ടിലെത്തുമ്പം നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുന്നൊന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ഏകദേശം ക്ഷീണമായതുകൊണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ കുടിച്ചിനി, അത് വീഡിയോ എടുത്തിന്. നമ്മൾ ഏകദേശം ഒരു 11 മണിയെല്ലാം കഴിഞ്ഞ് കണ്ണൂരെത്തുമ്പം. അപ്പോൾ പിന്നെ വേറെ കുറേ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.